അസ്സലാമു അലൈക്കും. മിസ്സേ, ഞാനില്ലാതെ മറ്റാര് വന്നാലും മിസ്രിയെ കാണാൻ അനുവദിക്കുകയോ അവർക്കൊപ്പം മോളെ വിടുകയോ ചെയ്തത്. മോളെ ക്ലാസ്സിൽ ഇരുത്തിയ ശേഷം അവളുടെ ക്ലാസ് ടീച്ചറിനെ മാറ്റി നിർത്തി ആലിയ പറഞ്ഞു. എന്ത് പറ്റി മാഡം? എനി ഇഷ്യൂസ്? നിറഞ്ഞ കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന യുവതിയെ നോക്കി ടീച്ചർ ആകുലതയോടെ തിരക്കി. അത് പിന്നെ ടീച്ചറുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആലിയ കുഴഞ്ഞുപോയി. എന്ത് പറ്റി മാം? ഡോണ്ട് വറി. എന്ത് കാര്യമാണെങ്കിലും അത് തുറന്നു പറഞ്ഞാൽ നമുക്കതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അത്രത്തോളം നമുക്ക് നമ്മുടെ കുട്ടിയെ കെയർ ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടില്ലെങ്കിൽ കാര്യം എന്താണെങ്കിലും തുറന്നു പറയണം. ടീച്ചർ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി. ടീച്ചറിൻ്റെ ഗൗരവം നിറഞ്ഞ വാക്കുകളിൽ നിന്നും തൻ്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം തുറന്നു പറയണമെന്ന് ആലിയക്ക് തോന്നി. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം ടീച്ചർ. ക്ലാസ്സിനുള്ളിലെ കുട്ടികളുടെ ശ്രദ്ധ മുഴുവനും അങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി ആലിയ പറഞ്ഞു. ക്ലാസ്സിലെ കുട്ടികളോട് ബഹളം ഉണ്ടാക്കരുത് എന്ന് വാണിംഗ് കൊടുത്തിട്ടാണ് ടീച്ചർ ആലിയക്കൊപ്പം മാറി നിന്നത്. അത് ടീച്ചർക്ക് അറിയുമല്ലോ. ഈ സ്കൂളിൽ പഠിക്കുന്ന അഫ്സലിൻ്റെയും അശ്വിൻ്റെയും അജ്മലിൻ്റെയും വാപ്പ രണ്ടാമത് വിവാഹം കഴിച്ചതാണെന്ന്. അവരുടെ ഫാമിലിയിലുണ്ടായ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടിയാണ് മിസ്രിയ. അവളുടെ വാപ്പ. ആലിയക്ക് വാചകം പൂർത്തിയാക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഒരിക്കലും തൻ്റെ പൊന്നുമോളുടെ പിതാവാണ് ആ ദുഷ്ടമെന്ന് പറയാൻ പോലും അവൾക്ക് അറപ്പായിരുന്നു. അയാൾ തന്നോടും മോളോടും ചെയ്ത ക്രൂരതകൾ ഓർക്കവേ ആലിയയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ആലിയയെ തന്നെ നോക്കി നിൽക്കുന്ന ടീച്ചർക്കും അത് വല്ലാത്തൊരു പ്രയാസം തോന്നി. അത്രയ്ക്കും അവൾ പറയാൻ ബുദ്ധിമുട്ടുന്ന വാക്കുകൾ കിട്ടാതെയുള്ള ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ടെൻഷൻ ആവണ്ട മാം, സമാധാനത്തിൽ പറഞ്ഞാൽ മതി. ടീച്ചർ അവളെ സമാധാനപ്പെടുത്തി. സ്കൂൾ കോമ്പൗണ്ടിലെ പാർക്കിങ്ങിൽ കാറിൽ ഇരുന്നു കൊണ്ട് ഫൈസി കാണുന്നുണ്ടായിരുന്നു ആലിയയും ടീച്ചറും മാറി നിന്ന് സംസാരിക്കുന്നത്. ടീച്ചർ, മോളെ ആദ്യമായി സ്കൂളിൽ ചേർത്ത സമയത്ത് ഒരു ദിവസം സ്കൂളിൽ അവളുടെ വാപ്പ വന്നു. അവളെ കാണാനാണെന്ന് പറഞ്ഞാണ് വന്നത്. മോൾക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചു വന്നതാണ്. മോൾക്ക് അങ്ങനെ ഒരാളെ കണ്ട ഒരു പരിചയം പോലുമില്ല. അത്രയും മോശമായൊരു ബന്ധമായിരുന്നു. ഞാൻ അവിടെ നിന്ന് വന്നിട്ടും അയാൾ സ്ഥിരമായി എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാൻ അയാൾ പല പ്രാവശ്യം ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നത് കൊണ്ട് ഒരിക്കലും കോടതി പോലും അയാൾക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ആ സമയത്താണ് മോളെ ഞാൻ സ്കൂളിൽ ചേർത്തത്. അന്ന് സ്കൂളിൽ മോളെ കാണാൻ വന്നു. പോരാഞ്ഞിട്ട് ബലമായി കുഞ്ഞിനെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോവാൻ നോക്കി. അന്ന് മോളെയാളെ കണ്ട് പേടിച്ച് കരഞ്ഞു. സ്കൂളിലുള്ള അധ്യാപകർ ഇടപെട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ട് ആണ് അന്നത് വലിയ സംഭവമായി. ഞാൻ സ്കൂളിലെത്തുമ്പോഴും പോലീസും എത്തിയിരുന്നു. ബലമായി കുഞ്ഞിനെ കൊണ്ടുപോകാൻ ശ്രമിച്ച അയാളുടെ കയ്യിൽ നിന്നും പോലീസാണ് മോളെ തിരികെ വാങ്ങിത്തന്നത്. അതോടെ പിന്നെ അയാളുടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്കിപ്പോഴും പേടിയാണ് ടീച്ചർ. അയാളെൻ്റെ കുഞ്ഞിനെ തിരക്കി വീണ്ടും വരുമോ എന്ന്. ഒരു പെൺകുട്ടിയാണ്. ഒരു കാരണവശാലും അയാളുടെ കൂടെ വിടാൻ പറ്റുന്ന സാഹചര്യമല്ല. അത്രയ്ക്കും ക്രിമിനൽ മൈൻഡുള്ളൊരു വ്യക്തിയാണവൾ. ജനിച്ച അന്നു മുതൽ ആ കുഞ്ഞിനെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു പക്ഷേ എന്നോടുള്ള വൈരാഗ്യത്തിന് എൻ്റെ മോളെ എന്തും ചെയ്യാൻ അയാൾ മടിക്കില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ടീച്ചർ. മോളെ സ്കൂളിലോ മദ്രസയിലോ ഒക്കെ വിട്ടാലും എൻ്റെ നെഞ്ചിൽ തീയാണ്. അവൾ തിരികെ വരുന്നത് വരെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ഇപ്പോൾ പുതിയൊരു സ്കൂളിലേക്കല്ലേ അവളെ ചേർത്തത്. അപ്പോൾ ഇവിടെ അവളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ടീച്ചറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ ടീച്ചർ. അവളെ മാത്രമല്ല മറ്റു 3 കുട്ടികളെയും. ഒരു പക്ഷേ എന്നോടുള്ള വൈരാഗ്യത്തിന് മറ്റു കുട്ടികളെയും അയാൾ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളൊന്ന് കരുതിയിരുന്നാൽ ഒരു പക്ഷേ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ പറ്റും. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആലിയ കരഞ്ഞു പോയിരുന്നു. മുൻപ് മിസ്രിയ മോളെ മാത്രം ഓർത്ത് ഭയപ്പെട്ടിരുന്നവൾ, വേദനിച്ചിരുന്നവൾ, ഇന്ന് മറ്റു 3 മക്കളെയും കൂടി ഓർത്ത് അവൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞത് മുതൽ ഉള്ളിലൊരു തരം ഭയം വന്ന് മൂടിയതുപോലെയാണ്. തന്നെ ആരോ പിന്തുടർന്ന് വരുന്നത് പോലെ, മോൾക്ക് എന്തോ ആപത്ത് സംഭവിക്കും എന്നതുപോലെ. ആലിയയുടെ നിറഞ്ഞ തുളുമ്പിയ കണ്ണുകൾ കണ്ട് ടീച്ചർക്ക് അവളോട് അലിവ് തോന്നി. ഒരാളെ ഭയപ്പെട്ട് ജീവിക്കുക എന്നത് ജീവിതത്തിലൊരു സമാധാനം കിട്ടാത്ത കാര്യമാണ്. മാം വിഷമിക്കണ്ട, ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ്. CCTV ക്യാമറകളുണ്ട്. ഒരിക്കലും കുട്ടികളെ പുറത്തേക്ക് വിടാറില്ല. വിസിറ്റേഴ്സിനെ അനുവദിക്കാറുമില്ല.
മക്കൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞങ്ങൾ പ്രത്യേകം നോക്കിക്കോളാം. ഈ ടെൻഷനും വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനത്തോടെ പോയിക്കോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് വളരെ നല്ല കാര്യം. കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കൾ എന്ന പോലെ ടീച്ചേഴ്സും എല്ലാം അറിഞ്ഞിരിക്കണം. ടീച്ചറുടെ വാക്കുകളിൽ നിന്നും പകർന്നു കിട്ടിയ സമാധാനത്തോടെയാണ് ആലി തിരികെ ഫൈസിക്കരികിലേക്ക് നടന്നത്. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചുരിദാറിൻ്റെ തുമ്പുയർത്തി കണ്ണുകൾ തുടച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നവളെ ഫൈസി കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അവൾ എന്തിനാണ് കരഞ്ഞതെന്ന് ഫൈസിക്ക് മനസ്സിലായില്ല. അതിൻ്റെ കാരണമറിയാതെ അവൻ്റെ മുഖവും വാടി. കാറിൻ്റെ അരികിലേക്ക് വന്നപ്പോഴാണ് ആലിയക്കാകെ വെപ്രാളമേറിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ മക്കളുണ്ടായിരുന്നു. അഫിമോനാണ് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നത്. ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമാണ്. ഞാൻ എവിടെ ഇരിക്കുമെന്നോർത്ത് അവൾക്ക് വെപ്രാളമായി. കാറിൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നവളെ കണ്ട് ഫൈസി ഫ്രണ്ട് സീറ്റിലെ ഡോർ തുറന്നു കൊടുത്തു. മടിച്ചാണ് അവൾ അവിടേക്ക് കയറിയിരുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടോ? ഫൈസി പറഞ്ഞത് കേട്ടവൾ വേഗമൊന്ന് മൂളിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ടു. എന്തിനാ താൻ കരഞ്ഞതെന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിൽ നാവിൻ തുമ്പിലെത്തി നിന്നു. പല പ്രാവശ്യം അവളോടത് ചോദിക്കാൻ തുനിഞ്ഞെങ്കിലും ആ ചോദ്യം പുറത്തേക്ക് വന്നില്ല. അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഒരു പ്രാവശ്യം പോലും ഫൈസിയുടെ ഭാഗത്തേക്ക് നോക്കിയില്ലവൾ. പക്ഷെ ഫൈസിയുടെ നോട്ടം പല പ്രാവശ്യം അവളിലേക്ക് എത്തി നിന്നു. വീടെത്തി കാറിൽ നിന്നിറങ്ങിയ ശേഷമാണ് ആലിയൊന്ന് ശ്വാസം നേരെ വിട്ടത്. രാവിലെ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ട് പോയതുകൊണ്ട് ആലിക്ക് പിന്നെ അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലായിരുന്നു. വീടിനകം വൃത്തിയാക്കാനും തുടക്കാനും തൂക്കാനും ഒക്കെയുണ്ട്. പക്ഷെ ഫൈസി ആളിൽ ഇരിക്കുന്നത് കൊണ്ട് ആ രംഗത്തേക്ക് ചെല്ലാനോ അവൾക്കൊന്നും ചെയ്യാനോ പറ്റുന്നില്ല. ഫൈസിയുടെ മുന്നിലേക്ക് ചെല്ലൽ വല്ലാത്തൊരു മടുപ്പാണ് അവൾക്ക്. താലി കെട്ടിയ പുരുഷനാണെങ്കിലും അവൾക്കിപ്പോഴും ഫൈസി ഒരു അന്യ ആളെപ്പോലെയാണ്. ഒരു വാക്കുകൊണ്ടുള്ള അടുപ്പം പോലും ഇതുവരെയും അവനോട് മനസ്സുകൊണ്ട് തോന്നിയിട്ടില്ല. എങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും വയ്യ. മക്കളൊന്നുമില്ലാത്തത് കൊണ്ട് വീട്ടിൽ യാതൊരു തരത്തിലുള്ള ഒച്ചയും ബഹളവും ഒന്നുമില്ല. ആകെ ഒരു മൂകതയാണ്. അവർ വന്ന് കയറിയതും വാപ്പ എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. എത്രയോ നേരം നോക്കി നിന്നൊടുവിൽ അവസാനം ഫൈസി റൂമിലേക്ക് കയറിയത് കണ്ടതും ഹാലി ആളും മറ്റു റൂമുകളുമൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി. റൂമിൽ നിന്ന് കുളിച്ച് റെഡിയായി ഫൈസി ഇറങ്ങി വന്നു. കീ ഹോൾഡറിൽ നിന്നും ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്തവൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. പിന്നെ എന്നെ തിരിഞ്ഞു നോക്കി. അവളെ ഇവിടെ കാണാനില്ല. മിക്കവാറും ഞാനുള്ളത് കൊണ്ട് അടുക്കളയിൽ തന്നെ ഇരിക്കുകയാവും. ഞാനും കൂടി പോയാൽ പിന്നെ അവൾ ഒറ്റക്കാവും. വാപ്പ വന്നിരുന്നെങ്കിൽ അവളെ ഒറ്റക്കാക്കിയിട്ട് പോകാനും വയ്യ. പക്ഷേ ഇവിടെ ഇരിക്കും തോറും അവൾക്കൊരു തരം വീർപ്പുമുട്ടലാണ്. കുട്ടികൾ വരട്ടെ, അതുവരെ ഞാനും പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. അതും ആലോചിച്ചു കൊണ്ടവൻ അടുക്കളയിലേക്ക് നടന്നു. അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ആ ആലിയ, ഫൈസി അവളെ വിളിച്ചു. ഓ, അടുക്കളയിൽ ഇട്ടിരിക്കുന്ന ഒരു കുഞ്ഞു ടേബിളിലേക്ക് തല വെച്ച് ഇരിക്കുകയായിരുന്ന അവൾ ആ വിളി കേട്ട് നെട്ടലോടെ ചാടിപ്പിടിച്ചെണീറ്റു. അവളുടെ ആ നെട്ടിലും ചാടിപ്പിടഞ്ഞുള്ള എണീപ്പുമ്പൊക്കെ കണ്ട് ഫൈസിയും ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഭയന്നതുപോലെയായിരുന്നു അവളുടെ എഴുന്നേറ്റും നിൽപ്പും വിളിയുമൊക്കെ. ഫസിയെ മുന്നിൽ കണ്ടവൾ പതർച്ചയോടെ അവനെ നോക്കി. അവൾക്ക് വല്ലാത്തൊരു ചമ്മലും നാണക്കേടുമൊക്കെ തോന്നി. ഓർമ്മകളുടെ ഭൂതകാലത്തിൽ അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് വിളി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അല്ലെങ്കിലും താനെപ്പോഴും അങ്ങനെയാണ്. പ്രതീക്ഷിക്കാതെയുള്ളൊരു ചെറിയ ശബ്ദമോ ആലി എന്നുള്ള വിളിയുമൊക്കെ തന്നെ ഭയപ്പെടുത്താറുണ്ട്. മുന്നിൽ പരിഭ്രമിച്ചു നിൽക്കുന്നവളുടെ മുഖത്തേക്ക് തന്നെ ഫൈസിയുടെ നോട്ടം തറച്ചു. ആദ്യമായി അവൻ്റെ നോട്ടം അവളിൽ തന്നെ ഉറച്ചു നിന്നു. എന്തു പറ്റി? പേടിച്ചു പോയോ? ഗാംഭീര്യം നിറഞ്ഞ ഗൗരവമുള്ള ശബ്ദം. ഇല്ലെന്ന് പറഞ്ഞ് അവൾ തല ചലിപ്പിച്ചു. നിനക്ക് എന്നെ പേടിയാണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് കരുതിയല്ല ഫൈസി. പക്ഷേ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം പുറത്തേക്ക് വന്നു. ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ എന്തു പറയണമെന്നറിയാതെ പകച്ചു നിന്നു. ഇല്ല, എനിക്കൊരു പേടിയുമില്ല. പെട്ടെന്ന് വിളി കേട്ടപ്പോൾ ഞാൻ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതാണ് ഞെട്ടിപ്പോയത്. ഒരണുവിട പോലും നോട്ടം മാറ്റാതെ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി തപ്പിയും പെറുക്കിയും എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചവൾ. ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ്. ഡോർ അടച്ചോ? ആരെങ്കിലും വന്ന് വിളിക്കുകയാണെങ്കിലേ ഡോർ തുറന്ന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഞാനോ വാപ്പയോ മക്കളോ വന്നാൽ മാത്രം ഡോറ് തുറന്നാൽ മതി. വേറൊന്നും കൊണ്ടല്ല. തനിക്ക് ഞങ്ങളുടെ ബന്ധുക്കളെയോ ഇവിടെ മറ്റുള്ളവരെയോ ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ കാലവും ശരിയല്ല. അതും പറഞ്ഞുകൊണ്ടവൻ തിരികെ നടന്നു. അവളുടെ മറുപടിക്കൊന്നും കാത്തുനിന്നില്ല. ആലിയയും അവൻ്റെ പുറകെ പോയി. അവൻ ഇറങ്ങിയ പാടെ അവൾ ഡോറടക്കുകയും ചെയ്തു.
ഫൈസി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അതിൻ്റെ ശബ്ദം അകന്നു പോയപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർത്തത്. അല്ലാ, ചോറ് കൊടുത്തില്ലല്ലോ. ചോറ് തരട്ടെ എന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ഞാൻ അതൊക്കെ മറന്നുപോയി. ആദ്യമായിട്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. ആ സമയം ഒരു വെപ്രാളവും വിറയലുമൊക്കെ കയറിയതോടെ മറ്റെല്ലാം മറന്നുപോയി. കഷ്ടമായിപ്പോയി. ഒന്ന് വിളിച്ചു ചോദിക്കണമെങ്കിൽ ആ ഫോൺ നമ്പർ പോലുമില്ല. പറ്റിയ അമളയോർത്ത് വല്ലാത്തൊരു സങ്കടത്തോടെയാണ് പിന്നെ അവൾ അവിടെ ഇരുന്നത്. ഫൈസി പോയി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാപ്പയും വന്നു. വാപ്പാക്ക് ചോറ് കൊടുത്ത് ആ കൂടെ അവളും കഴിച്ചു. പിന്നെ കുട്ടികളെ കാത്ത് ഒരിരിപ്പായിരുന്നു. വൈകിട്ട് 3:30ക്കാണ് സ്കൂൾ വിടുന്നത്. മക്കൾ വീടെത്താറാകുമ്പോൾ 4 മണിയോടെടുക്കും. സ്കൂൾ ബസ് വരുന്നതും കാത്തവൾ ഹാളിലെ സെറ്റിയിലിരുന്നു. വാപ്പ ചോറും കഴിച്ചിട്ട് കിടക്കുകയാണ്. സ്കൂൾ ബസ് വന്നു. ഹോൺ മുഴക്കിയപ്പോൾ അവൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. 4 ആളും വരിവരിയായി ഇറങ്ങി വന്നു. പക്ഷെ പൊടിമോൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അവൻ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയതും ക്ഷീണവുമൊക്കെയായിട്ട് അവൻ ഒരേ കരച്ചിലാണ്. ബസ്സിലെ ആൻറ്റി അവളെ നോക്കി ചിരിയോടൊരു കാര്യം പറഞ്ഞു. ഇന്ന് മാത്രമല്ല, മോൻ സ്കൂളിൽ വരുന്ന മിക്കവാറും ദിവസങ്ങളിലും ഇങ്ങനെയാണ്. പക്ഷെ ആലിക്കത് ആദ്യത്തെ കാഴ്ചയാണ്. പൊടിമോനെ ആലി വാരിയെടുത്ത് തോളിലേക്കിട്ടു. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ബസ് നീങ്ങിയതോടെ ഫൈസിയുടെ ബുള്ളറ്റും അവിടേക്ക് വന്നത്. ഫൈസിയെ ഒന്നല്ലാതെ ഒന്ന് നോക്കിയിട്ടാണ് അവൾ മോനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയത്. ആ സമയം കൊണ്ട് ഐഷുവും മിസ്സിനെയും കുളിച്ച് റെഡിയായി വന്നു. അവർ രണ്ടാളും ഇപ്പോൾ നല്ല കൂട്ടാണ്. അവർ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യും. അവർ പെൺകുട്ടികളല്ലേ. അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കില്ല. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവരുടെ കാര്യങ്ങളങ്ങ് ചെയ്യും. അഫിയെ എവിടെയൊന്നും കാണാനില്ലായിരുന്നു. അവൻ മുകളിലേക്ക് പോയി കാണും എന്ന ചിന്തയോടെ അവൾ മുകളിലേക്കൊന്ന് നോക്കി. ആ മോളെ, പൊടിമോൻ ഇന്നും കരഞ്ഞുകൊണ്ടാണോ വന്നത്? ഇന്ന് മാത്രമല്ല കേട്ടോ, അവൻ എപ്പോഴും അങ്ങനെയാണ്. അവൾ പോയതോടെ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഈ കരച്ചിലാണ്. സ്കൂളിൽ പോകുമ്പോഴും കരയാറുള്ളതാണ്. പക്ഷേ ഇന്നെന്തോ രാവിലെ കരഞ്ഞില്ല. നിങ്ങളുടെ കൂടെ പോയതുകൊണ്ടാണ്. തിരികെ വരുമ്പോൾ അവന് ഉമ്മാൻ്റെ ഓർമ്മയാണ്. അവളെ കാണാനുള്ള പ്രതീക്ഷയിലല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ മോളുണ്ടല്ലോ. ഇനി അവൻ്റെ കരച്ചിലൊക്കെ മാറുന്നത് നമുക്ക് കാണാമല്ലോ. പൊടിമോൻ്റെ ആലിയുമ്മ വന്നല്ലോ. ഇനി എന്തിനാ മോൻ കരയുന്നത്? നല്ല കുട്ടിയായിട്ട് മേലൊക്കെ കഴുകി ആലിയുമ്മ തരുന്ന ചായയൊക്കെ കുടിച്ചൊന്ന് കിടന്നുറങ്ങി എണീറ്റിട്ട് നമുക്ക് രാത്രിയിൽ പഠിക്കാം. ആലിയുടെ തോളിൽ കിടന്ന് കണ്ണീർ വാർക്കുന്ന മോനെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് ഉപ്പ പറഞ്ഞു. പൊടിമോനെ കുളിപ്പിച്ച് കുടിക്കാൻ പാലുമുണ്ടാക്കി വെച്ചിരുന്ന പഴംപൊരിയും ഒക്കെ കൊടുത്തിട്ടാണ് ആലി അഫിയെ നോക്കി മുകളിലേക്ക് കയറിപ്പോയത്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബാഗ് ഒരിടത്ത്, യൂണിഫോം ഒരിടത്ത്, ഊരി മറ്റൊരിടത്ത് ഇട്ടിട്ടുണ്ട്. അവൻ കട്ടിലിൽ കുറുകെ കിടക്കുകയാണ്. കാലിൽ നിന്ന് ഷോക്സ് പോലും മാറ്റിയിട്ടില്ല. ഒരുപാട് ക്ഷീണിച്ചെലഞ്ഞു പോയൊരു കുഞ്ഞു മുഖം. അവൻ്റെ ആ കിടപ്പ് കണ്ട് അവൾക്ക് ആ കുഞ്ഞിനോട് സഹതാപം തോന്നി. മെല്ലെ അവൻ്റെ അരികിലേക്ക് ആലിയിരുന്നു. അവൻ്റെ തലയെടുത്ത് അവളുടെ മടിയിലേക്ക് ചേർത്ത് കിടത്തി. അവൻ്റെ തലയിലൂടെ അവളുടെ കൈകൾ തഴുകി നടന്നു. അവൻ്റെ മുഖമുയർത്തി ആ മുഖമാകെ ഒരുപാട് മുത്തങ്ങൾ മൂടി. അവൾക്ക് അതിയായ സങ്കടം തോന്നി. തള്ളക്കൂട്ടിൽ നിന്നും തള്ളപ്പക്ഷി പറന്നുപോയി. ഇപ്പോഴാ കൂട്ടിൽ ഈ കുരുന്നുകൾ ഒറ്റയ്ക്കാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരമ്മയുടെ ചൂട് നഷ്ടപ്പെട്ട കുഞ്ഞു കിളികളാണവർ. ഇവരെ എങ്ങനെയാണ് എന്നോടൊന്ന് അടുപ്പിച്ചെടുക്കുന്നത്? മറ്റുള്ള മക്കളെ പോലെയല്ല. ഇവർ തന്നോട് ഒട്ടും അടുക്കുന്നില്ലല്ലോ റബ്ബേ. ഒരു പക്ഷേ അവനിപ്പോൾ ആരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പറ്റുന്നില്ലായിരിക്കും. ജീവനോളം സ്നേഹിച്ച ഉമ്മയുടെ ചതിയും വഞ്ചനയും അത്രത്തോളം അവൻ്റെ മനസ്സിനെ മാറ്റിമറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ശാന്തമായി ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. എഴുന്നേറ്റ് വരുമ്പോൾ അവന് ചായ കൊടുക്കാം. ചിന്തിച്ചുകൊണ്ടവർ പിന്നെയും ഏറെ നേരം അവൻ്റെ അടുത്തിരുന്നു. അവൻ്റെ വിയർത്തുപോയ ദേഹമൊക്കെ ഒരു ടവലെടുത്ത് തുടച്ചു കൊടുത്തു. പിന്നെയും ഏറെ മുത്തങ്ങൾ കൊണ്ടവനെ മൂടി. അവനതൊന്നും അറിയാതെ ഗാഢമായി ഉറങ്ങുകയാണ്. അഫിയെ തിരികെ വന്ന ഫൈസി കാണുന്നത് അതാണ്. ആലിയുടെ മടിയിലേക്ക് തലയെടുത്ത് വെച്ച് അവനെ മുത്തങ്ങൾ കൊണ്ട് മൂടുന്ന ഒരു പെണ്ണിനെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. എൻ്റെ പൊന്നുമോൻ ശാന്തമായി ഉറങ്ങുകയാണ്. അവൻ്റെ അരികിലിരുന്ന് സങ്കടപ്പെടുന്നവളെ ഫൈസി നിമിഷങ്ങളോളം നോക്കി നിന്നു. താഴെ പൊടിമോൻ ഇരുന്ന് കളിക്കുകയാണ്. അവൻ എന്തോ ഡ്രോയിങ് ചെയ്യാനുള്ള ബുക്ക് കൊടുത്തിട്ടാണ് അവൾ ഇവിടേക്ക് കയറി വന്നത്. എന്നും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പുകിലാണ്. പൊടിമോൻ്റെ ഒരേ കരച്ചിലാണ്. അവൻ്റെ കരച്ചിൽ നിർത്താൻ പിന്നെ താൻ എന്തൊക്കെ ചെയ്താലും മതിയായില്ല. പക്ഷേ ഇവളുടെ കയ്യിൽ അവൻ സുരക്ഷിതനാണെന്നൊരു തോന്നൽ അവൻ മാത്രമല്ല, എൻ്റെ 3 മക്കളും. ഫൈസി ഓരോന്നോർത്തുകൊണ്ട് അവളെ തന്നെ നോക്കി.
അവിടെ തന്നെ നിന്നു. ആലിയ റൂമാകെ ഒന്ന് നോക്കി. എല്ലാം അലക്ഷ്യമായി വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ബുക്കും പുസ്തകങ്ങളും പേനയും ഉൾപ്പെടെ തുണികൾ വരെ അലങ്കോലമായി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഒന്നിനും ഒരു അടുക്കും ചിട്ടയുമില്ല. എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അവളൊന്ന് ഓർത്തു. റൂമിലാകെ നോക്കി അവസാനമാണ് വാതിലിനരികിൽ നിൽക്കുന്ന ഫൈസിയെ അവൾ കാണുന്നത്. അവനെ കണ്ടതും അവളിലൊരു പരിവേഷം നിറഞ്ഞു. മോൻ്റെ തലയെടുത്ത് കട്ടിലേക്ക് കിടത്തിയിട്ട് അവൾ ചാടി എണീറ്റു. ഞാൻ ഞാൻ മോനെ നോക്കാൻ വന്നതാ. അവളുടെ നോട്ടം കണ്ടവൻ പറഞ്ഞു. ചോറ് കഴിച്ചിട്ടില്ലല്ലോ. ചോറ് തരട്ടെ? ഞാൻ അന്നേരം ചോദിക്കാൻ മറന്നുപോയി. മടിച്ചവൾ ആണ് ചോദിച്ചു. വേണ്ട, ഞാൻ കഴിച്ചു. സൗമ്യമായ അവൻ്റെ മറുപടി. അവൾക്ക് ആ മറുപടിയിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. പിന്നെയും ഏറെ നേരം ഒന്നും സംസാരിക്കാതെ രണ്ടുപേരും അങ്ങനെ നിന്നു. ആലിക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഫൈസി ഡോറിനരികിൽ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് അങ്ങോട്ട് പോകാനും വയ്യ. ഫൈസി മാറിക്കൊടുക്കാനും തയ്യാറല്ല. അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. സ്കൂളിൽ നിന്ന് വന്നാലേ അവനെ ഉറക്കം പതിവാണ്. ചിലപ്പോൾ ഇനി രാവിലെ എണീക്കാറുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് രാത്രിയാവും. അവനിനി ഒന്നും കഴിക്കാറൊന്നുമില്ല. ചിലപ്പോൾ രാത്രി ഞാൻ പാൽ കുടിക്കും. അവനതും കുടിക്കാറില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കുന്നതാണ്. താൻ പൊയ്ക്കോ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ ഉറക്കം പേടിച്ച് ഞാൻ അവനെ സ്കൂളിൽ പോലും ചിലപ്പോൾ വിടാറില്ല. ആദ്യമൊക്കെ പൊടിമോനെ പോലെ അവനും കരയാറുണ്ടായിരുന്നു. കൊച്ചു മക്കളല്ലേ, അവർക്കൊന്നും താങ്ങാനുള്ള കരുത്തില്ല. എനിക്ക് പോലുമില്ല. അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയാനുണ്ടോ? മോൻ്റെ കാര്യം പറഞ്ഞ് അവസാനം തൻ്റെ കാര്യം കൂടെ പറഞ്ഞു പോയത് ഓർത്ത് ഫൈസിക്കൊരു വല്ലായ്മ തോന്നി. ഫൈസി പറയുന്നത് കൂടി കേട്ടതോടെ ആലിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്കറിയാമായിരുന്നു വിശ്വാസവഞ്ചനയേറ്റ ഹൃദയത്തിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന്. അവൾക്ക് പോകാനായി ഫൈസി വഴിമാറിക്കൊടുത്തു. ഒന്നിക്കൂടി തിരിഞ്ഞ് അഫിയെ നോക്കിയിട്ടാണ് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയത്. ഷംനാദേ, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല. നമുക്ക് നാട്ടിലേക്ക് പോവാം. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനിയും ആ അബദ്ധം തുടർന്ന് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. നിൻ്റെ കൂടെ ജീവിക്കാൻ ഒട്ടും പറ്റില്ല. ഇനി നീ പറഞ്ഞതുപോലെ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോ. എന്നാലും നിൻ്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല. എനിക്കറിയാം, നീ ഇപ്പോൾ കള്ളുകുടി മാത്രമല്ല, കഞ്ചാവും പെണ്ണുപിടിയും ഒക്കെയുണ്ട്. നിനക്കിപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരുടെയൊക്കെ കൂടെ നടന്ന് നീ ഇപ്പോൾ മഹാമോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിന് ശേഷം കുറച്ച് ദിവസങ്ങളായി ഷംനാദും സഫീനയും തമ്മിൽ പിണക്കത്തിലാണ്. രണ്ടാളും പരസ്പരം മിണ്ടിയിട്ട് ദിവസങ്ങളായി. ഈ ദിവസങ്ങൾ കൊണ്ട് സഫീന ഒരുപാട് ചിന്തിച്ചു. ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഷംനാദിനെ പിരിയണമെന്ന്, തിരികെ നാട്ടിലേക്ക് പോകണമെന്ന്. നാട്ടിലേക്ക് പോവുക മാത്രമല്ല, എങ്ങനെയും ഫൈസിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നും. കരിഞ്ഞു കാല് പിടിച്ചിട്ടാണെങ്കിലും ആ ജീവിതത്തിലേക്ക് തിരികെ ചെല്ലണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഷംനാദിനോടിപ്പം മടിച്ചും ഭയന്നുമാണെങ്കിലും അവളുടെ തീരുമാനം അറിയിച്ചത്. അവൻ ഇത് കേട്ട് എന്ത് പ്രതികരിച്ചാലും നേരിടാൻ അവൾ സജ്ജമായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ടും ഷംനാദ് ഉറക്കമെണീച്ചില്ല. ഒന്ന് കണ്ണു തുറന്നപ്പോൾ കേൾക്കുന്നത് സഫീനയുടെ ഉറച്ച ശബ്ദത്തിലുള്ള തീരുമാനമാണ്. കണ്ണൊന്ന് തിരുമ്പി നേരെ നിവർന്നിരുന്നു ഷംനാദ്. സഫീന കുളിച്ചൊരുങ്ങിയിരിക്കുകയാണ്. ഇനി അവൾ ചോറ് കഴിക്കാൻ പോവും. അതോ പോയിട്ട് വന്ന് എന്തോ? രണ്ടാൾക്കും ഇപ്പോൾ തമ്മിൽ ഒന്നും മറിഞ്ഞുകൂടാ. എന്തായാലും അപ്പോൾ മറുപടിയൊന്നും പറയാൻ പോയില്ലവൻ. അവളെ പഠിക്കുന്നത് പോലെ ഇരുത്തിയൊന്ന് നോക്കിയവൻ. അവൾ രണ്ടും കൽപ്പിച്ചുള്ള വരവാണെന്ന് അവന് മനസ്സിലായി. ഇനിയിപ്പോൾ കൈകരുത്ത് കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് കളിക്കാം. നിന്നെ എന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടേ. ഷംനാദ് ഗൂഢമായി ചിന്തിച്ചു. നിനക്കെന്നെ മടുത്തല്ലേ? നിനക്ക് മാത്രമല്ല, എനിക്ക് നിന്നെ മടുത്തു. നിനക്കിനി അടുത്ത ആളിനെ നോക്കാം. ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു പെണ്ണൊക്കെ കിട്ടും. എന്തായാലും നമ്മുടെ രജിസ്റ്റർ മാരേജ് നടത്താത്തത് നന്നായി. അല്ലേ പിന്നെ അതിൻ്റെ വാലെ പിടിച്ച് നടക്കണമായിരുന്നു. അവൾക്കിട്ടൊരു കുത്തു കൊടുക്കുന്നതിനോടൊപ്പം തൻ്റെ ഭാവി സുരക്ഷിതമാണെന്ന് കൂടി അവളെ അറിയിച്ചു. അവൻ്റെ ആ പറച്ചിലിൽ അവൾക്ക് അടിമുടി വിറഞ്ഞു കയറി. അങ്ങനെ എന്നെ മാത്രം ദുരിതത്തിലേക്ക് തള്ളിവിട്ട് നീ പെണ്ണ് കെട്ടി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. അവൾ പകയോടെ പുലമ്പി. പിന്നെ നിനക്കെന്നെ വേണ്ട. ഞാൻ വേറെ കെട്ടാനും സമ്മതിക്കില്ല. ഇത് നല്ല കൂത്ത്. ഞാൻ വേറെ കെട്ടുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്നെ വിട്ടു പോകണ്ട. നമ്മൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ജീവിക്കാം. ഞാനിനി കുടിക്കില്ല. സത്യം. നീയാണേ സത്യം. അവസാനം അളവന്നതുപോലെ അവൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ സഫീന നിന്നു. വിട്ടുപോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യാത്തൊരു അവസ്ഥ. ജീവിതത്തിൻ്റെ ഗതികെട്ടൊരു അവസ്ഥ.
രാവിലെ വാപ്പയും ഫൈസിയും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ആലി സുബഹി നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ആണ് അഫിമോൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നത്. ഇന്നലെ വൈകിട്ട് വന്ന കിടപ്പാണ്. എണീറ്റ് രാത്രി വെള്ളമെങ്കിലും കുടിച്ചാവോ? അവൻ ഇറങ്ങി വരുന്നത് കണ്ടതും അവൾ ആവലാതിയോടെ ഇരുന്നിടത്തു നിന്നും എണീറ്റു. രാത്രി അഫിയുടെ അടുത്താണ് ഫൈസി കിടന്നത്. പൊടിമോനും കൂടെ കയറിപ്പോയി. ഫൈസി റൂമിലുള്ളത് കൊണ്ട് തന്നെ ആലിക്ക് അവനെ നോക്കാൻ പോലും കയറിപ്പോകാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ രാത്രി ഒരു പോള കണ്ണടക്കാൻ പറ്റിയില്ല അവൾക്ക്. ആ കുഞ്ഞിന് വിശക്കുന്നുണ്ടോ എന്നത് ഓർമ്മിച്ച് ഒരു സമാധാനവുമില്ലാതെയാണ് അവളൊരു രാത്രി കഴിച്ചു കൂട്ടിയത്. ഫൈസിയുടെ റൂമിൽ കയറി നോക്കിയതിന് ശേഷം അഫി ഹാളിലെ സെറ്റിയിലേക്ക് വന്നിരുന്നു. ആലി അവനെ ഒന്ന് നോക്കിയ ശേഷം അടുക്കളയിലേക്ക് പോയി ഇന്നലെ ഉണ്ടാക്കിയ കൊഴുക്കട്ട ഒരു പാത്രത്തിലെടുത്തു. രാവിലെ വാപ്പ 4 മണിക്കാണ് എണീക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു കട്ടൻ ചായ ഇട്ടപ്പോൾ മക്കൾക്ക് വേണ്ടി പാലും കാച്ചി വെച്ചിരുന്നു. അതിൽ ഓർലിക്സ് ഇട്ടൊന്ന് കലക്കി ഒരു ഗ്ലാസ് എടുത്തു കൊടുത്തു അവൻക്ക്. അതുമായി വന്നവൾ അവൻ്റെ അരികിലിരുന്നു. അവൻ്റെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാതെ ഇലയട മുറിച്ച് അവൻ്റെ വായിലേക്ക് അടുപ്പിച്ചു. ആദ്യം വാ തുറക്കാതെ അവളുടെ മുഖത്തേക്കൊന്ന് അവനൊന്ന് നോക്കി. കഴിക്ക്, ഇന്നലെ മുതൽ പട്ടിണി കിടക്കുകയല്ലേ? സ്കൂളിൽ കൊണ്ടുപോയി ആഹാരം പോലും മോനെ കഴിച്ചിട്ടില്ല. മോനെന്താ വിശപ്പില്ലാത്തത് കൊണ്ടാണോ? അതോ ആഹാരം ഒട്ടും വേണ്ടെന്ന് തോന്നിയിട്ടാണോ ഒന്നും കഴിക്കാത്തത്? വന്നിട്ടൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നീ കയറി കിടന്നതല്ലേ? ഇങ്ങനെ ആയാൽ എങ്ങനെയാ? കരളും കുടലുമൊക്കെ ഉണങ്ങിപ്പോകൂലേ മോനെ? ഇനി മുതൽ അതിൽ പറ്റില്ല കേട്ടോ. നന്നായിട്ട് ആഹാരം കഴിച്ച് വെള്ളവും കുടിക്കണം. നോക്കി ആകെ ഒരു കോലായി. മോൻ്റെ ആ പഴയ ഫോട്ടോസൊക്കെ ആലിയമ്മി കണ്ടതാ. എന്തൊരു സുന്ദരനായിരുന്നു. ഇതിപ്പോൾ കോലം പോയില്ലേ മോൻ്റെ? സ്നേഹത്തോടൊപ്പം പറയുന്നതിനൊപ്പം അതൊന്നുകൂടി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ അവളൊരു ശ്രമം നടത്തി. പക്ഷെ അപ്പോഴും അവൻ വാ തുറന്നില്ല. ആരോടോ എന്തിനോടോ ഉള്ളൊരു വാശി പോലെ അങ്ങനെ ഒരുങ്ങ്. അതോ ആലിയമ്മ വന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ മോനൊന്നും കഴിക്കാത്തത്? ആരോടും സംസാരിക്കാത്തത്? ആ ചോദ്യം അവനോട് ചോദിക്കുമ്പോൾ അവൾക്ക് സങ്കടം വന്നു. അവൻ്റെ മുഖഭാവം കാണുമ്പോൾ നെഞ്ചിലൊരു ഭാരം വന്ന് നിറയുന്നത് പോലെ. അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു ആ നേരം. മോനറിയോ, എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ലേ ഈ കല്യാണം. മോൻ്റെ മാമി ഒരുപാട് നിർബന്ധിച്ചു. ഇവിടെ 3 മക്കൾ ഉമ്മയില്ലാതെ ദിനം ഉരുകി കഴിയാണെന്ന്. അവരെ നോക്കാനും കാണാനും ആരുമില്ലെന്ന്. എൻ്റെ മിസ്റ്റി മോളെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ വേർതിരിവില്ലാതെ നിങ്ങളെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുമെന്ന് മക്കളുടെ മാമി ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത്. അതുമാത്രമല്ല, നിങ്ങളെപ്പോലെ 3 സഹോദര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞതോടെ എൻ്റെ മിസ്റ്റി മോൾക്കും കൊതിയായിപ്പോയി നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ. മോനെന്നെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പയുടെ ഭാര്യയായിട്ട് കാണണ്ട. നിങ്ങളെ നോക്കാൻ വന്നൊരു വേലക്കാരിയായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി. അതിനൊന്നും ഒരു പരാതിയുമില്ല ഈ ഉമ്മാക്ക്. അത്രയും അപേക്ഷ പോലെയാണ് അവൾ പറഞ്ഞത്. അപ്പോഴും അവളെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു അവൻ. ഒരു കാര്യം അറിയോ മോനെ, എൻ്റെ മിസ്റ്റി മോൾക്ക് വാപ്പയില്ല, നിങ്ങൾക്ക് ഉമ്മായും. ഈ വിവാഹത്തോടെ അവൾക്ക് 3 സഹോദരങ്ങളെയും വാപ്പയും കിട്ടുമെന്നുള്ള സന്തോഷത്തോടെയാണ് അവൾ എന്നെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചത്. അവളുടെയും കൂടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മോൻ കുഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വത നിനക്കുണ്ട്. അത് മറ്റേരെക്കാളും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് നിനക്കിപ്പോഴും കഴിഞ്ഞു പോയ സംഭവങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി എടുക്കാൻ കഴിയാത്തത്. നീ ഇപ്പോഴും അവിടെ തന്നെ സ്റ്റക്കായി നിന്ന് പോകുന്നത്. മിസ്റ്റി മോൾ വാപ്പയില്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. കുഞ്ഞായിരുന്നപ്പോൾ അവൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ മറ്റു കുട്ടികളുടെ വാപ്പയൊക്കെ വരുന്നത് കാണുമ്പോൾ അവൾക്കും അവളുടെ വാപ്പയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവളുടെ വാപ്പ ആരാണെന്നും എന്താണെന്നുമുള്ളതും ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഒരിക്കൽ പോലും വാപ്പ എന്ന ഒരാളെക്കുറിച്ച് ചോദിച്ച് അവൾ എന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾ മക്കളുടെ അവസ്ഥയോർത്ത് നിങ്ങളുടെ വാപ്പ എന്തോരം സങ്കടപ്പെടുന്നുണ്ട്. വാപ്പ സങ്കടപ്പെടാതെ നോക്കേണ്ടത് നിങ്ങളല്ലേ? നിങ്ങളെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് നൽകുന്ന തണലും സ്നേഹവും തരാൻ ഇനി ലോകത്ത് മറ്റേരാ ഉള്ളത്? അത്രയും വലിയ ശക്തമായ കരങ്ങൾക്ക് കരുതലായി നിങ്ങൾക്കൊപ്പം ഉള്ളപ്പോൾ കഴിഞ്ഞു പോയ കുറേ മോശം സംഭവങ്ങളെ മോനെ എന്തിനാ ആലോചിക്കണത്? അതൊക്കെ മറന്നു കളയണം. ആലി പറയുന്ന ഓരോ കാര്യവും ശ്രദ്ധയോടെ കേട്ടിരുന്നവൾ, നിങ്ങളെ ഓർത്താണ് നിങ്ങളുടെ വാപ്പ രാപ്പകൽ നീറുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് ഇതുവരെ ഒന്ന് നേരെ ചൊവ്വയൊന്നും മിണ്ടിയിട്ട് കൂടുമില്ല. മക്കളെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ലായിരുന്നു. നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെ നോക്കാൻ ഒരാൾ, അതിൻ്റെ പേരിലാണ് നിങ്ങളുടെ വാപ്പ വിവാഹം കഴിച്ചത്. മോൻ വിഷമിക്കേണ്ട. നിങ്ങൾക്കെന്നെ നിങ്ങളുടെ ഉമ്മയായി സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട. നിങ്ങളെൻ്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത്.
നിങ്ങൾക്കൊരിക്കലൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആഹാരവും സ്നേഹവും ആവോളം തരാൻ എനിക്ക് പറ്റും. അതിന് എനിക്ക് നിങ്ങളുടെ വാപ്പാടെ ഭാര്യയാവേണ്ട ഒരാവശ്യവുമില്ല. പിന്നെ സമൂഹത്തിന് മുന്നിൽ നമ്മുടെ ബന്ധുക്കൾക്കൊരു പേര് വേണം. ആ ഒരു പേര് മാത്രമാണ് ഞാൻ നിങ്ങളുടെ വാപ്പയുടെ ഭാര്യയാണെന്നുള്ളത്. ഞാൻ ഒരിക്കലും ആ സ്നേഹത്തെയോ ആ മനുഷ്യനെയും ആഗ്രഹിക്കുന്നില്ല. നോക്കുന്നത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചകളും മാത്രമാണ്. അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പറഞ്ഞാൽ മതി. ഞാനിവിടുന്ന് പൊയ്ക്കോളാം. ഇപ്പോൾ മോൻ വാപ്പയെ ചേർത്ത് പിടിക്കാൻ നോക്കണം. നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് നോക്കുന്ന ആ വാപ്പയുടെ സങ്കടം മാറണമെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഒന്ന് ചിരിച്ച് കാണണം. നിങ്ങൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നത് കാണണം. എങ്കിലേ നിങ്ങൾ വാപ്പാക്ക് സന്തോഷവും സമാധാനവും ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് മോനൊന്ന് മാറാൻ ശ്രമിക്കണം. കഴിഞ്ഞുപോയ ആ കാര്യത്തിൽ പിന്നെയും മനസ്സിനെ തളച്ചിട്ടാൽ നമുക്കൊരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലെ വാശിയും ദേഷ്യമൊക്കെ കളഞ്ഞ് മോനതൊക്കെയും മറന്ന് മിടുക്കനായിട്ട് പഠിക്കാൻ നോക്കണം. മോൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഐഷുമോളും പൊടിമോനും സന്തോഷത്തോടെ ഇരിക്കുന്നത്, അവർ ചിരിക്കുന്നത് കാണുന്നത്, അവരെ മറ്റുള്ളവർ നന്നായി കെയർ ചെയ്യുന്നത് നോക്കുന്നതൊക്കെ കാണാനല്ലേ മോനിഷ്ടം. നീ നന്നായിട്ട് അവരെ നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിനക്ക് ചിരിക്കാനോ അവർക്കൊപ്പം കളിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. വല്ലാത്തൊരു ആശങ്കയിലാണ് മോൻ പെട്ടുപോയത്. അതൊക്കെ മാറ്റിവെക്കണം. നിങ്ങളെ നോക്കാൻ ഇനി ഞാനുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും മോൻ ഒരുപാട് ക്ഷീണിച്ചു വരുന്നുണ്ട്. മോൻ മാത്രമല്ല, ഐഷുമോളും പൊടിമോനും ഒക്കെ അങ്ങനെയാണ്. മോനൊന്ന് ഉഷാറായാലേ നമുക്ക് അവരെ കൂടി നന്നാക്കി എടുക്കാൻ പറ്റൂ. മോൻ ഇങ്ങനെ തളർന്നിരുന്നാൽ, ഒന്നിനോടും പ്രതികരിക്കാതെ ഇരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന് കുഴഞ്ഞു പോകും മോനെ. ഇന്നു മുതൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകണം. എനിക്കും നിങ്ങളാണ് താങ്ങും തണലും. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ വാശിയൊക്കെ കളഞ്ഞിട്ട് നല്ല കുഞ്ഞായി കളിക്കേ. മോനെ നോക്കാൻ വന്നൊരു ആൻറ്റിയായിട്ട് മാത്രം കണ്ടാൽ മതി എന്നെ. ഉമ്മയായിട്ട് കാണണ്ട, വാപ്പയുടെ ഭാര്യയായിട്ട് കാണണ്ട, നിങ്ങളുടെ ആരുമായിട്ടും നിങ്ങൾ എന്നെ കണക്കാക്കണ്ട. സ്ഥാനമാനങ്ങൾ കൊതിച്ചു വന്നതല്ല, നിങ്ങളെ സന്തോഷം കാണാൻ വേണ്ടി മാത്രം വന്നവളാണ്. ആലിയ പറഞ്ഞ് അവസാനം ആലിയ അവന് മുന്നിൽ അറിയാതെ കരഞ്ഞു പോയിരുന്നു. അപ്പോഴും അവനു നേരെ നീട്ടിയ ആഹാരം അവളുടെ കയ്യിലുണ്ടായിരുന്നു. ആലിയയുടെ വാക്കുകളിൽ നിറഞ്ഞ സ്നേഹമോ വാത്സല്യമോ ഒക്കെയും തിരിച്ചറിഞ്ഞവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ കുഞ്ഞു മനസ്സിൽ ആളിക്കത്തിയിരുന്ന തീയിലേക്കാണ് ആലിയയുടെ കണ്ണീർ തുള്ളികൾ ചെന്നു പതിച്ചത്. ആ കണ്ണുനീർ തുള്ളികളാണ് അവൻ്റെ ഉള്ളിലെ തീനാളത്തെ ഒരല്പമെങ്കിലും ശമിപ്പിച്ചത്. ആ നിമിഷം അവൾക്കൊപ്പം അവനും പൊട്ടിക്കരിഞ്ഞു. എൻ്റെ പൊന്നുമോ, കരയില്ലടാ. അവൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ ഒരേങ്ങലൂടെ പറഞ്ഞു പോയവൾ അവനെ അവളുടെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. 1000 മുത്തങ്ങൾ കൊണ്ടവനെ മൂടി. നഷ്ടപ്പെട്ടുപോയ ഉമ്മയുടെ മാറിലെ ചൂടിലേക്ക് തിരികെ ചെന്ന് ചേർന്നതുപോലെ പിടഞ്ഞു പോയി ആ കുഞ്ഞ്. നിർത്താതെയുള്ള അവൻ്റെ കരച്ചിലൊന്ന് അടുക്കിയെടുക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടു. ഈ വേദന ഇത്രയും ഹൃദയത്തിൽ പേറി നടന്നതുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഇത്ര നാളും സാധാരണഗതിയിലേക്ക് വരാനോ സന്തോഷത്തോടെ ഒരു ദിവസം പോലും മുന്നോട്ട് ജീവിക്കാനും കഴിയാതെ പോയത്. അവനെ മനസ്സിലാക്കുന്നവരുടെ ഇടയിലാണ് അവൻ ജീവിച്ചതെങ്കിലും അവനോട് തുറന്ന് സംസാരിക്കാനുള്ള മറ്റുള്ളവരുടെ ഭയമാണ് അവനെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിയത്. ഇപ്പോൾ ഉള്ളമൊന്ന് തെളിഞ്ഞിട്ടുണ്ടാവും. ഈ പെയ്തൊഴിയുന്ന കണ്ണീരിലൂടെ അവൻ്റെ ഉള്ളം ശാന്തമാവുകയും അവിടെ വെളിച്ചം നിറയുകയും ചെയ്തിരുന്നെങ്കിലെന്ന് അവൾ അത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോയി. പിന്നെയും ഒരിത്തിരി നേരമെടുത്തു അവനൊന്ന് ഓക്കെ ആവാൻ, അവൻ്റെ കണ്ണീരടങ്ങാൻ. അതുവരെയും അവളെ നെഞ്ചിലേക്ക് തന്നെ അവനെ അമർത്തിപ്പിടിച്ച് പുറകിലൂടെ അവനെ തഴുകിയും തട്ടിയും ഇരുന്നവൾ ഒടുവിൽ അവൻ സ്വയമേ അവളിൽ നിന്ന് മാറിയിരുന്നു. ഇരു കൈകൾ കൊണ്ടും മുഖം തുടച്ചു. പിന്നെയും അലക്ഷ്യമായി നോട്ടമെറിഞ്ഞിരിക്കുന്ന അവൻ്റെ വായിലേക്ക് അട വെച്ചു കൊടുത്തവൻ. ഇപ്രാവശ്യം അവൻ ബലം പിടിക്കാതെ അവൾക്ക് മുന്നിൽ വാ തുറന്നു കൊടുത്തു. അവൾ കൊടുത്ത ആഹാരവും പാലും മുഴുവനും കഴിച്ചു. ആലിയയ്ക്ക് മനസ്സ് നിറഞ്ഞു. അവരെ ഓർത്ത് കടുത്ത ദുഃഖത്താൽ നെഞ്ചിൽ ഉറഞ്ഞുപോയൊരു കല്ല് ഉരുകാൻ തുടങ്ങിയതുപോലെ ഹൃദയത്തിൻ്റെ ഭാരം കുറയുന്നത് പോലെ വയറു നിറച്ചവൻ ആഹാരം കഴിച്ചത് കണ്ടവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിപ്പോയി. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂളിൽ കൊടുത്തുവിട്ട ആഹാരം അവൻ്റെ പാത്രത്തിൽ പകുതിയും അതുപോലെ ഉണ്ടായിരുന്നു. ഇന്നലെ സ്കൂളിൽ കൊടുത്തുവിട്ട പാത്രങ്ങൾ കഴുകാൻ എടുത്തപ്പോൾ തകർന്നു പോയതാണ് അവളുടെ നെഞ്ചകം. വിസിരിയമോള് മാത്രം അതിൽ നിന്ന് ആഹാരം മുഴുവനും കഴിച്ചിട്ടുണ്ട്. ബാക്കി 3 പേരും പകുതിയിലധികം തിരികെ കൊണ്ടുവന്നു. തൻ്റെ മോള് മാത്രം വയറ് നിറച്ച് ആഹാരം കഴിക്കുകയും ഈ കുരുന്നുകളുടെ വയറ് ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്നതോർത്തപ്പോൾ പിടഞ്ഞു പോയിരുന്നു അവളുടെ മനസ്സ്.
കുഞ്ഞുങ്ങളോട് കനിവും കരുണയും വാത്സല്യവും ഉള്ളവളാണ്. പിന്നെ അവളെങ്ങനെ ഉരുകാതിരിക്കും, കരിയാതിരിക്കും? ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ ഉടമയാണവൾ. അവൾക്കൊരിക്കലും ആ കുഞ്ഞുങ്ങളെ വേർതിരിച്ച് കാണാനാവില്ല. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലെന്നൊരു പഴമൊഴിയുണ്ട്. പക്ഷേ ചില സ്ത്രീഹൃദയങ്ങൾ ദൈവഭയമുള്ളവരാണ്. അവരൊരിക്കലും കുഞ്ഞുങ്ങളോട് അനീതി കാണിക്കില്ല. പിറ്റേ ദിവസം സ്കൂളിലൊക്കെ മക്കളെ വിട്ട ശേഷമാണ് ആലി മുറ്റം തൂക്കാനിറങ്ങിയത്. ബാക്ക് സൈഡ് തൂത്ത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫൈസി സിറ്റൗട്ടിൽ ഇരിക്കുന്നതാണ് അവൾ കണ്ടത്. ഇനി ഇങ്ങനെ തിരിച്ചു പോവാം. അവളെ കണ്ടു കഴിഞ്ഞു. എന്തായാലും തൂക്കാൻ വന്നതല്ലേ, തൂത്തിട്ട് പോകാമെന്ന് കരുതി അവളുടെ ജോലി തുടർന്നു. ഫൈസി മുഖമുയർത്തി അവളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും പത്രം വായന തുടർന്നു. അപ്പോഴേക്കും ഗേറ്റ് തുറന്ന് 65 വയസ്സോളം പ്രായമുള്ളൊരു സ്ത്രീ അകത്തേക്ക് വന്നു. നീ ഏതാടി പെണ്ണേ, ഇവിടെ ജോലിക്ക് നിൽക്കുന്നതാണോ? തൂത്തുകൊണ്ട് നിൽക്കുന്ന ആലിയെ കണ്ടപാടെ എടുത്തടിച്ചതുപോലെയുള്ള അവരുടെ ചോദ്യം അതായിരുന്നു. അവരുടെ സംസാരത്തിൽ നിറഞ്ഞിരുന്നു ദേഷ്യം. അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി, ആലിക്ക് അവരെ കണ്ട് പരിചയമില്ല, ആദ്യമായി കാണുന്നതാണ്. ആരാണെന്ന് അറിയുമില്ല. അവരുടെ മുഖത്തേക്ക് നോക്കി എന്ത് പറയണമെന്നറിയാതെ അവരുടെ പെട്ടെന്നുള്ള വരവിലും ചോദ്യത്തിലും പകച്ചു നിന്നവൾ. അവളൊന്ന് തിരിഞ്ഞു നോക്കി സിറ്റൗട്ടിലേക്ക് നോക്കുമ്പോൾ ഫൈസി അവിടെ ഇരിക്കുകയാണ്. അവനും അവരുടെ ചോദ്യം കേട്ടിട്ടുണ്ടാവും, അവൾക്കുറപ്പാണ്. ഫൈസി അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് എന്ത് പറയണമെന്ന് ഒരു ഊഹവും കിട്ടിയില്ല. ഫൈസിയുടെ ഭാര്യയാണെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്തതുപോലെ, നാവൊന്ന് അനങ്ങുന്നത് പോലുമില്ല. അവിടെ എല്ലാവർക്കും അറിയുന്ന ആളാണോ ഇവിടെ? തന്നെക്കുറിച്ച് എങ്ങനെയാണ് അവരോട് പരിചയപ്പെടുത്തുന്നത് എന്നൊരു ആശങ്കയോടെ അവൾ ഫൈസിയെ നോക്കി. നീ എന്തിനാടേ നിന്നോടൊരു കാര്യം ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നത്? നിനക്കെന്താ ചെവി കേൾക്കില്ലേ? വീണ്ടും അവരുടെ ചോദ്യത്തിൽ ദേഷ്യം നിറഞ്ഞു. അത്രയും അധികാരത്തോടെ തന്നോട് തട്ടിക്കറിയുന്നവർക്ക് നേർക്ക് ആലി നിസ്സഹായതയോടെ നോക്കി. ഫൈസി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിലെങ്കിൽ അവൾ അറിയാതെ കുതിച്ചുപോയി അവനെ നോക്കിയിരിക്കുകയാണ്. അവളെന്താണ് മറുപടി പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.